മൂന്നാം ക്ലാസ്സിലെ തജ്വീദിലെ 10ാമത്തെ പാഠം അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീനി. അഹ്കാം വിധികൾ, നൂന് സാക്കിനത്തി സാക്കിനായ നൂനിൻ്റെയും വത്തൻവീനി തൻവീനിൻ്റെയും. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണിത്. സാക്കിനായ നൂനിനും തൻവീനിനും 5 വിധികളുണ്ട്. അതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. സാക്കിനായ നൂൻ എന്നാൽ സുക്കൂനുള്ള ഒരു നൂൻ തന്നെയാണ്. എന്നാൽ തൻവീൻ എന്നത് ഇരട്ട ഹർക്കത്താണ്. ഇരട്ട ഹർക്കത്ത് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ ഒരു സുക്കൂനുള്ള നൂൻ തന്നെയാണ് തൻവീൻ. ഇനി നമുക്ക് ഈ പാഠം നോക്കാം. സുക്കൂനുള്ള നൂനിനും തൻവീനിനും 5 നിയമങ്ങളുണ്ട്. അവ താഴെ പറയുന്നു. സുക്കൂനുള്ള നൂനിനും തൻവീനിനും 5 നിയമങ്ങളുണ്ട്. ഇൽഹാർ, ഇദാമും ബി ഉന്ന, ഇദാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇവയാണ് 5 വിധികൾ, 5 നിയമങ്ങൾ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾ വരുന്നത്. പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല. പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല. പദങ്ങളുടെ ഇടയിൽ വരുന്ന ചില നൂനിന് ഹർക്കത്തും മറ്റു ചിലതിന് സുക്കൂനും ഉണ്ടാകും. പദങ്ങളുടെ ഇടയിലാണ് വരുന്നതെങ്കിൽ ചില നൂനിന് ഹർക്കത്ത് വരും, മറ്റു ചിലതിന് സുക്കൂൻ ഉണ്ടായിരിക്കും. എന്നാൽ ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല. ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല. ഇവക്ക് സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. ചില നൂനുകൾക്ക്, വിശുദ്ധ ഖുർആനിൽ വരുന്ന ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല. അവക്ക് സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. സുക്കൂനുള്ള നൂനിന് മേൽ പറഞ്ഞ 5 നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് ഈ 5 നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും. അവ തന്നെയായിരിക്കും തൻവീനിനും. അവ തന്നെയാണ് തൻവീനിനും. ഏതൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. 1 ഇൽഹാർ. ഒന്നാമത്തത് ഇൽഹാർ. ഇൽഹാർ എന്നതിന് വെളിവാക്കൽ, മണിക്കരുത്. ഇൽഹാർ ചെയ്യുക എന്നാൽ വെളിവാക്കൽ, മണിക്കരുത്. 2 ഇദ്ആമും ബി ഉന്ന. ഷദ്ദോടുകൂടി മണിക്കണം. ഇദ്ആമും ബി ഉന്ന വന്നാൽ ഷദ്ദോടുകൂടി മണിക്കണം. ഇദ്ആമും ബിലാ ഉന്ന മണിക്കാതെ ഷദ് ചെയ്യണം. ഇഖ്ലാബ് മീമായി മറച്ചു മണിക്കണം. ഇഖ്ലാബ് മീമായി മറച്ചു മണിക്കണം. ഇഖ്ഫാ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം. ഇതിൻ്റെ ഓരോന്നിനും വിശദമായി അടുത്ത പാഠങ്ങളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാകും. ഇപ്പോൾ ഇത് ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കാം. തദ്രീബാത്ത്. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. യോജിപ്പിക്കാം. 2 കോളങ്ങൾ തന്നിട്ടുണ്ട്, യോജിപ്പിച്ചെഴുതാം. ഇഖ്ലാബ്. ഇഖ്ലാബിൻ്റെ മീമായി മറിച്ചു മണിക്കണം. മീമായി മറിച്ചു മണിക്കൽ. 2 ഇൽഹാർ. ഇൽഹാർ വെളിവാക്കൽ. 3 ഇഖ്ഫാ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കൽ. 4 ഇദ്ആമും ബി ഉന്ന മണിക്കലോടുകൂടി ഷദ് ചെയ്യൽ. 5 ഇദ്ആമും ബിലാ ഉന്ന മണിക്കാതെ ഷദ് ചെയ്യൽ. അടുത്തത് ഉത്തരം എഴുതാം. 1 5 നിയമങ്ങളാണ് അതിനുള്ളത്. ഏതിന്? പാഠത്തിലെ 1ാമത്തെ വരി. സുക്കൂനുള്ള നൂനിനും തൻവീനിനും 5 നിയമങ്ങളുണ്ട്. 2 സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം. ഏതിന്? ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല, അവയ്ക്ക് സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. 3ാമത്തെ ക്വസ്റ്റ്യൻ, നിയമങ്ങൾ വരുന്നത് എന്തനുസരിച്ചാണ്? അതിൻ്റെ ഉത്തരം സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾ വരുന്നത്. 4ാമത്തെ, സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ ഏതെല്ലാം? ഈ 5 നിയമങ്ങൾ എഴുതാം. ഇൽഹാർ, ഇദ്ആമും ബി ഉന്ന, ഇദ്ആമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. 5 സുക്കൂൻ വരാത്തത് എവിടെയാണ്?
സുക്കൂൻ വരാത്തത് പദത്തിൻ്റെ തുടക്കത്തിലാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു.